ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 45-ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ചോദ്യം ഏറെ കൗതുകമുണർത്തുന്നതാണ്. ഈശോയുടെ മരണദിനം എന്നാണ്? ഈ ഒരു ചോദ്യത്തിന് പെട്ടെന്ന് നമ്മൾക്ക് ഉത്തരമായിട്ട് മനസ്സിലേക്ക് വരുന്നത് ദുഃഖ വെള്ളിയാഴ്ച എന്നതാണ്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഏത് വർഷം, ഏത് മാസം, ഏത് ദിവസം എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അതിൻ്റെ വ്യക്തമായ ഉത്തരങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശു ചരിത്രത്തിൽ കടന്നുപോയ ഒരു വ്യക്തിയായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കൃത്യമായ ജനന മരണ നിരക്കുകൾ ഉണ്ടാകേണ്ടതാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുന്നത് BC 20 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോയുടെ പരസ്യ ജീവിത ആരംഭ കാലഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് ജെറുസലേം ദേവാലയം പണി ആരംഭിച്ചിട്ട് 46-ാം വർഷമായി എന്നാണ്. പരസ്യജീവിത ആരംഭ കാലത്ത് 46-ാമത്തെ വർഷം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ AD 26 ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ 3-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഈശോ തൻ്റെ 30-ാമത്തെ വയസ്സിലാണ് പരസ്യജീവിതം ആരംഭിക്കുന്നതെന്ന്. ഈശോയുടെ മരണം സംഭവിച്ചതാകട്ടെ പരസ്യജീവിതം ആരംഭിച്ച് 3-ാമത്തെ പെസഹ തിരുനാളിലും. AD 26 അവസാനത്തിൽ ഈശോ പരസ്യജീവിതം ആരംഭിക്കുന്നു തൻ്റെ 30-ാമത്തെ വയസ്സിൽ. 33-ാമത്തെ വയസ്സിൽ മരണം സംഭവിക്കുന്നു. ഇതിൽ നിന്നും ഒത്തിരിയേറെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ എത്തിച്ചേരുന്ന നിഗമനം ഈശോയുടെ മരണം AD 30 ഏപ്രിൽ മാസം 7-ാം തീയതി ശനിയാഴ്ചയായിരുന്നു എന്നതാണ്. ഇതിന് കൂടുതൽ ഉറപ്പ് തരുന്ന ഒരു കാരണമായിട്ട് മനസ്സിലാക്കാവുന്നത് ഈശോ മരിച്ച ദിവസം ഒരു വലിയ സാബത്തായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി കാണുന്നു. ആ വർഷത്തെ പെസഹ തിരുനാൾ നീസാൻ മാസം 15-ാം തീയതി ശനിയാഴ്ചയായിരുന്നു എന്നുകൂടി രേഖപ്പെടുത്തുന്നു. ആ കാലഘട്ടത്തിലെ കലണ്ടർ അനുസരിച്ച് നീസാൻ മാസം 15-ാം തീയതി ശനിയാഴ്ച പെസഹ തിരുനാൾ വരുന്നത് AD 25-നും AD 36-നും ഇടയ്ക്ക് ആകെ ഒരു വർഷത്തിൽ മാത്രമാണ്. അത് AD 30 ഇതിൽ നിന്നും വ്യക്തമായ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും ഈശോയുടെ മരണം AD 30 ഏപ്രിൽ മാസം 7-ാം തീയതിയാണെന്ന് വ്യക്തമാകുന്നു. ഇത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലും ചരിത്ര ഗവേഷകരുടെ ഗഹനമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും വ്യക്തമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. സംശയലേശമെന്നെ ഈശോയുടെ മരണദിവസം AD 30 ഏപ്രിൽ 7 രേഖപ്പെടുത്തുന്നു.